ഇന്ന് ഹെലന് എൻഡോക്രൈനോളജി വിസിറ്റ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ കാലത്തേ തന്നെ ഹോസ്പിറ്റലിൽ പോയി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ പീഡിയാട്രിക് സെക്ഷനാണ്. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് പ്ലേയിങ് ഏരിയ ഉണ്ട്. ഇപ്പോൾ നല്ല നീറ്റായിട്ടാണ് കിടക്കണേ. കാരണം അപ്പോയിൻമെൻറ്റുകൾ അനുസരിച്ച് ആളുകൾ വരുന്നതേ ഉള്ളൂ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള കാരണം എംപ്റ്റി സ്റ്റൊമക്കിലായിരുന്നു പോയത്. ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു കപ്പുച്ചീനോ കുടിക്കാമെന്ന് വിചാരിച്ച് മെഷീനിൽ നിന്ന് എടുക്കാൻ വന്നപ്പോൾ മെഷീനാണെങ്കിൽ ഔട്ട് ഓഫ് ഓർഡർ. പിന്നെ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റും ബ്രിയോഷൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാനായിട്ട് ബസ്സിൻ്റെ ടിക്കറ്റും എടുത്തത് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് മെയിൻ സിറ്റിയിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് വേണം ഞങ്ങൾ താമസിക്കുന്നിടത്തേക്കുള്ള ബസ് എടുക്കാനായിട്ട്. മെയിൻ സിറ്റിയിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് ഒരു 30 കിലോമീറ്ററോളം അകലമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്ന ബസ്സുകൾ കുറച്ച് വലുതായിരിക്കും. വലുതെന്ന് ഉദ്ദേശിച്ചത് സീറ്റുകളുടെ എണ്ണം കൂടുതലുണ്ടെന്നാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബസ് എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സ്റ്റേഷനുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾ താമസിക്കുന്ന മില്ലേസിമോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് എടുക്കാനായിട്ട്. മെയിൻ സിറ്റിയിൽ നിന്ന് ശരിക്കും കാലത്തും വൈകിട്ടും ഡയറക്റ്റ് ബസ് ഉണ്ട്. അത് ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ മാറി കയറി വേണം വരാനായിട്ട്. അങ്ങനെ ഞങ്ങളിത് ഞങ്ങളുടെ സ്റ്റോപ്പിലെത്തി. ഏകദേശം 1 മണിക്കൂറോളം എടുത്തോട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട് വരെ എത്താനായിട്ട്. ഇത് ബസ്സിൻ്റെ സമയം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.